ഇനിയും ഉറക്കെ, ഏറെ ഉറക്കെ, അതിലും ഉറക്കെ, വീണ്ടും ഉറക്കെ എന്ന മുദ്രാവാക്യം അവിടെ കേൾക്കുന്നുണ്ട്. കൊട്ടുണ്ട്, ചെണ്ടയുണ്ട്, നാസിക് ഡോളുണ്ട്. താളമേള മുഖരിതമായി നിലമ്പൂരിന്റെ കൊട്ടിക്കലാശം അങ്ങനെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുകയാണ്. സമയം 4:46 ആകുന്നു. 4:50 പിന്നെ 10 മിനിറ്റ് മാത്രം, 5 മണിയാകും ബാക്കി. പിന്നെ ഒറ്റ മണിക്കൂർ മാത്രം ആ പരസ്യ പ്രചാരണം പൂർത്തിയാവാൻ. അത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ, ഫുൾ ഫ്ലഡ്ജിൽ ആ കൊട്ടിക്കലാശം ആവേശം അതിന്റെ പരകോടിയിലേക്ക് 27 കിലോമീറ്ററാണ്. വഴിക്കടവ് മുതൽ നിലമ്പൂർ വരെ 27 കിലോമീറ്ററാണ്. ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിന് നേരത്തെ തന്നെ മുന്നണികൾ റോഡ് ഷോ തന്നെയാണ്, നീളൻ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്തിലും ബ്രെഡ്ത്തിലും നിലമ്പൂരിനെ മൊത്തം തൊടുന്ന റോഡ് ഷോ ആണ് എല്ലാ മുന്നണികളും പ്ലാൻ ചെയ്ത്. അതിന് പ്രകാരം തന്നെ അവിടെ വഴിക്കടവിൽ തുടങ്ങി നിലമ്പൂര് എത്തി നിൽക്കുന്നു റോഡ് ഷോകൾ. ഇനിയിപ്പോ 1 മണിക്കൂർ മാത്രമാണ് പരസ്യ പ്രചാരണ സമയം. ആ 1 മണിക്കൂർ പരമാവധി ശക്തി പ്രകടനമാക്കി ആറാടുകയാണ് മുന്നണി എന്ന് കൃത്യമായി പറയാം. ആർമാദിക്കുകയാണ് മുന്നണി എന്ന് കൃത്യമായി തന്നെ പറയാം. ഈ തങ്ങളുടെ ശക്തി എന്താണ് എന്ന് കാണിക്കുകയാണ് മുന്നണികൾ. കേരളത്തോട് പല വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ഏത് വിഷയം ആർക്ക് വോട്ടാവുന്നു എന്നാണ് ഇനി ആകാംക്ഷ. ഈ കാഴ്ച നമ്മൾ പാലക്കാട് കണ്ടു, തൃക്കാക്കര കണ്ടോ ഓർക്കുന്നില്ല. പക്ഷേ ഈ ഹൈ വോൾട്ടേജ് പ്രചരണം അല്ലെങ്കിൽ വലിയ മെറ്റാലിക് മ്യൂസിക്കിന്റെ പ്രചരണം സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രചരണത്തിന് നല്ലതാണോ എന്ന് ചോദ്യമൊക്കെ നേരത്തെ കാലത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഉണ്ടാവില്ല. കാരണം യുവാക്കളെ ആകർഷിക്കാൻ ഇതൊക്കെ വേണം. യുവ വോട്ടർമാരാണ് അതിന് മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുന്നത്. ഈ പറഞ്ഞ ഏറ്റവും ഹിറ്റുകൾ വേടന്റെ പാട്ടൊക്കെ നമ്മൾ വേടന്റെ പാട്ടുകളുടെ പാരഡിയൊക്കെ അവിടെ കേട്ടിരുന്നു നിലമ്പൂർ പോയപ്പോൾ. അപ്പോൾ യുവാക്കളെ ആകർഷിക്കാൻ ഇതൊക്കെ വേണമായിരിക്കും. അങ്ങനെ ഹൈ വോൾട്ടേജ്, ഹൈ മെറ്റാലിക് സൗണ്ടിലുള്ള പ്രചരണം ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. യുവാക്കൾ അതിനനുസരിച്ച് അവർ നൃത്തം വയ്ക്കുന്നുണ്ട്. അത് ഒരു സ്പെഷ്യൽ ഷോ ആയി തന്നെ രണ്ട് LDFും UDFും പല സമയങ്ങളിൽ ഇത്തരം വലിയ മ്യൂസിക് വെച്ച് തെരുവുകൾ നടത്തും. നമ്മൾ അവിടെ നിലമ്പൂർ പോയപ്പോൾ കണ്ടതുമാണ്. സുർജിത്ത് അയ്യപ്പത്തെ വിവരങ്ങളുമായി. സുർജിത്ത്, സമയം 4:50 ആകാൻ പോകുന്നു. 1 മണിക്കൂറും 10 മിനിറ്റും മാത്രമാണ്. നിലമ്പൂർ ഇതുവരെ കണ്ട ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പൂർത്തിയാവാൻ ആവേശം എങ്ങനെ, വൈബ് എങ്ങനെ സുർജിത്ത്? ഹാഷ്മി, എന്തൊരാവേശം, എന്തൊരാഹ്ലാദം, എന്തൊരാനന്ദം, അത് മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്ന പ്രദേശം എടക്കരയാണ്. എടക്കരയുടെ മണ്ണിൽ 2 ഭാഗങ്ങളായി തിരിഞ്ഞ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തങ്ങളുടെ പരമാവധി ഊർജം ചെലവഴിച്ചുകൊണ്ടുള്ള ആവേശകരമായ ഒരു പ്രകടനം, ശക്തി പ്രകടനം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്ര ദിവസം, അതായത് 22 ദിവസക്കാലം കാടിളക്കിയുള്ള പ്രചരണം, ഓരോ വീടിലും എത്തിയുള്ള പ്രചരണം, പ്രാദേശിക തലത്തിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള പ്രചരണം. ആ പ്രചരണത്തിനൊടുവിൽ അതിന്റെ കൊട്ടിക്കലാശമാണ് നടക്കുന്നത്. ആ കൊട്ടിക്കലാശം എത്രമേൽ ആവേശമാകുമോ അത്രമേൽ ആവേശമാക്കാനാണ് മുന്നണികളുടെ ശ്രമം എന്നുള്ളതാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, മറുപക്ഷത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, രണ്ടുപേരും 2 ഭാഗങ്ങളായി തിരിഞ്ഞു നിന്നുകൊണ്ട് എല്ലാ ആവേശത്തിലും എല്ലാ അർത്ഥത്തിലും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ തന്നെ നമുക്ക് ഇവിടുത്തെ നിലമ്പൂരിന്റെ ആവേശം ചാലിയാറിന്റെ അലകൾ പോലെ എങ്ങനെയാണോ ഈ മഴക്കാലത്ത് ചാലിയാർ കുത്തിയൊഴുകുന്നത് അതുപോലെ തന്നെ ആ ഒരു ആവേശം പ്രകടമാകുന്ന തരത്തിൽ തന്നെ നമുക്ക് ഇവിടെ മനുഷ്യ മഹാസംഗമം കാണാൻ കഴിയും. എടക്കരയിലും നിലമ്പൂരിലുമാണ് ഇത്തരത്തിൽ കേന്ദ്രീകരിച്ച മനുഷ്യ മഹാസാഗരം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ചാലിയാർ അറബിക്കടലിൽ ചേരുമ്പോൾ എങ്ങനെയാണ് അറബിക്കടൽ മാറുന്നതെന്ന് അതുപോലെ തന്നെ ആ ഒരു തിരയിളക്കത്തിന്റെ ആവേശം പ്രകടമാകുന്ന വിധത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രചാരണം അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. നാളെ നിശബ്ദ പ്രചരണം, നിശബ്ദ പ്രചരണമാണ്. അത് കഴിഞ്ഞാൽ പോളിംഗ് ബൂത്തിലേക്ക് നിലമ്പൂർ എടുക്കും. ഇവിടെ യുവാക്കളുടെ, നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ യുവാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർമാരാണ്, പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വാഭാവികമായും ആ യുവ വോട്ടർമാരുടെ സമാഹരണം, വോട്ടുകളുടെ സമാഹരണം തന്നെയാണ് മുന്നണികൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ആവേശത്തിൽ, വർദ്ധിത വീര്യത്തിൽ, അത്രമാത്രം ഊർജ്ജസ്വലമായി ഇവിടെ പ്രവർത്തകർ അവരുടെ ആവേശം പ്രകടമാകുന്ന തരത്തിൽ തന്നെ ഇവിടെ DJ ബോക്സുകൾ വെച്ചുകൊണ്ട്, അത് എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ DJ ബോക്സുകളെല്ലാം വെച്ചുകൊണ്ട് വലിയ വർദ്ധിത വീര്യത്തോടെ, വലിയ ആവേശത്തോടെ, അത്രമേൽ ആത്മവിശ്വാസത്തോടെ മുന്നണികൾ അവരുടെ വോട്ടുകൾ സമാഹരിച്ചു കഴിഞ്ഞു. ഇനി ആ വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ളതാണ് നാളെ നിശബ്ദ പ്രചരണത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ കൂടി അവസാന വോട്ടുകൾ കൂടി ഉറപ്പിക്കാൻ, തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഊർജിത ശ്രമം അത് തന്നെയാണ് സംഭവിക്കുക. അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നു. എന്തായാലും നിലമ്പൂരിൽ വലിയ ആവേശ പ്രകടനത്തിന്റെ മഹാമേളയായി
ഈ ശരി, തെരഞ്ഞെടുപ്പ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു മാസം ഉണ്ടായിരുന്നില്ല പ്രചാരണത്തിന്. ഏതാണ്ട് 20-25 ദിവസം കഷ്ടിച്ച് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇടയ്ക്ക് പെരുന്നാൾ ദിവസങ്ങൾ കൂടി വന്നു, അത് അവധി പോലെ തന്നെയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 22-23 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് മുന്നണികൾക്ക് കിട്ടിയിരുന്നത്. പക്ഷേ അത് മതിയായിരുന്നു. ഒരു 1-2 റൗണ്ട് വീടുകൾ തോറും കയറി ഇറങ്ങാൻ സ്ഥാനാർത്ഥികൾക്കും മുന്നണി നേതാക്കൾക്കും മുന്നണികൾക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണോ മുന്നണികളും സ്ഥാനാർത്ഥികളും ഒരു മണ്ഡലത്തിൽ പ്രചാരണ വിഷയമാക്കാൻ ശ്രമിച്ചത്, അതൊക്കെ വോട്ടർമാരുടെ ഇടയിൽ തുടർച്ചയായി ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മട്ടിൽ പ്രചാരണത്തിന് സമയം കിട്ടുകയും അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു, കൃത്യമായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു എന്ന വിലയിരുത്തൽ തന്നെയാണ് മുന്നണി നേതാക്കൾക്കൊക്കെ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, പോലീസ് വലിയ ജാഗ്രതയിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നണികൾക്ക് അനുവദിച്ച സ്ഥലത്തിന് പുറത്തേക്ക് ആവേശം ആ അതിര് കടക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ ദിവസം, അതായത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ദിവസങ്ങളിൽ ഒരു ദിവസം 2 മുന്നണികളുടെയും നേതാക്കന്മാർ അവരുടെ പ്രകടനങ്ങൾ ഒരുമിച്ച് വന്ന് ഒരു ഉന്തും തള്ളും ഉണ്ടായത് നിലമ്പൂരിലെ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു ഘട്ടത്തിലും നിലമ്പൂരിൽ അത്തരം ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ആ നിലയിൽ വിമർശനങ്ങളൊക്കെ ഉയർത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതാണ്ട് ഏറെക്കുറെ ആരോഗ്യകരമായ ചർച്ച എന്ന മട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം സംസാരിച്ചായിരുന്നു ആ ദിവസങ്ങളിൽ മുന്നോട്ട് പോയത്. അപ്പോൾ അതേ പ്രതീതി ഈ കലാശക്കൊട്ടിന്റെ മണിക്കൂറുകളിലും അവസാന മണിക്കൂറുകളിലും ഉണ്ടാക്കണം. അതുകൊണ്ട് വളരെ പോലീസ് ആ നിലയിൽ തന്നെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. സുഹൈൽ മുഹമ്മദാണ് ഇനിയിപ്പോൾ ചെറിയൊരു മഴ തുടങ്ങി. നിലമ്പൂരിൽ മഴ എന്നത് പെരുമഴയാണ് ചിലപ്പോൾ പെയ്യുന്നത്. മലയോര മേഖലയായതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മഴ പലപ്പോഴും രസം കൊല്ലിയാവുകയും ആവേശം കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവേശം കുറയ്ക്കുന്ന രസം കൊല്ലിയായൊരു മഴ അവിടെ പെയ്യുന്നുണ്ട്. സുഹൈൽ, പ്രവർത്തകർ ഇങ്ങനെ നല്ല ഇലക്ട്രിഫൈഡ് ആയി നിൽക്കുകയാണ്. ആ സമയത്ത് മഴ അതിന്റെ ആവേശം കെടുത്തുമോ? വിജയകുമാർ, മഴയ്ക്കൊരോ ഭാവങ്ങളാണ്. പക്ഷേ നിലമ്പൂരിൽ ഇപ്പോൾ പെയ്യുന്ന മഴ ഒരിക്കലും രസം കൊല്ലിയല്ല, ആവേശത്തിമിർപ്പിൽ ഒരിച്ചിരി തണുപ്പേകുന്ന മഴ അത്ര മാത്രമാണ്. അതിനിപ്പോൾ കൊടുമ്പരി കൊണ്ട് മഴ പെയ്താലും ഇവിടെ അലയൊലിക്ക് ഒരു മാറ്റവും വരുന്നില്ല. ഈ നമ്മൾ നിലമ്പൂരിൽ വന്നത് മുതൽ കണ്ടതാണ്, പ്രവചനാതീതമായ സ്വഭാവമായിരുന്നു കാലാവസ്ഥയ്ക്ക്. ചിലപ്പോൾ വെട്ടിക്കീറുന്ന വെയിലായിരിക്കും, ചിലപ്പോൾ തുള്ളിക്കൊരുകുടം എന്ന കണക്കെ മഴ പെയ്യും. എല്ലാം അല്പാൽപ്പം നേരമാണ്. നിലമ്പൂരിന്റെ മണ്ഡല സ്വഭാവം പോലെ രാഷ്ട്രീയ സ്വഭാവം പോലെ അന്തരീക്ഷവും കാലാവസ്ഥയും പ്രവചനാതീതമാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച ആഘോഷവും ആവേശവും രാഷ്ട്രീയവും ഇടനെഞ്ചിൽ ചേർത്ത് കെട്ടി അത് പ്രകടിപ്പിച്ചാൽ എങ്ങനെയാകും, അതിങ്ങനെയാകും എന്നത് മാത്രമാണ് ഉത്തരം. അത്രത്തോളം അലതല്ലുന്ന ആവേശം ഒരു സമുദ്രമായി, നേരത്തെ കടലെന്ന് പറഞ്ഞാൽ അത് ഒന്നുകൂടി ഊർജിച്ചിരിക്കുന്നു, ഒന്നുകൂടി ആഴത്തിലായിരിക്കുന്നു. അതൊരു സമുദ്രമായി, മഹാസമുദ്രമായി മാറിയിരിക്കുന്നു. പല നിറങ്ങളുള്ള, പല വർണ്ണങ്ങളുള്ള, പല കുടിയുള്ള ഒരു വലിയ മഹാസമുദ്രമായി മാറുന്ന കാഴ്ച. 21 ദിവസം നീണ്ട പരസ്യ പ്രചാരണം തീരാൻ 1 മണിക്കൂർ, അതായത് 60 മിനിറ്റ്. 21 ദിവസത്തിന്റെ പരിസമാപ്തി 30 മിനിറ്റിൽ, ഈ ഒരു 60 മിനിറ്റിൽ കാഴ്ചവെക്കണമെങ്കിൽ അത് എത്രത്തോളം മികച്ചതാക്കണം എന്ന് അവർക്ക് ഓരോരുത്തർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഉച്ചസ്ഥായിൽ കാര്യങ്ങൾ എത്തിക്കുന്നു. നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ചെറുമഴയുണ്ട്. ആ മഴ ഇതുവരെ ശക്തിയാർജിച്ചിട്ടില്ല. ശക്തിയാർജിച്ചാലും ഈ ആവേശത്തിന് ഒരു കോട്ടവും തട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന മട്ടിൽ അതിശക്തമായ രീതിയിൽ തന്നെ അവരുടെ ശേഷി എന്താണ്, ശക്തി എന്താണ്, അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 18-19 തീയതി വോട്ടർമാർ ഹിതം രേഖപ്പെടുത്താൻ പോകുമ്പോൾ ഈ ശക്തി കണ്ട്, ഈ ശക്തി ബോധ്യപ്പെട്ടു ഹിതം രേഖപ്പെടുത്തണമെന്ന കാഴ്ചപ്പാട് എന്ന ഒരു ഫാക്ട് ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള അത്രത്തോളം മത്സരബുദ്ധിയോടുള്ള ആവേശ കാഴ്ചകളാണ് എങ്ങും തിരയടിക്കുന്ന വിജയകുമാർ. എന്തായാലും അത് തന്നെയാണ് ഈ മഴ. ഇനി അത് ആഞ്ഞ മഴ പെയ്താലും ഏതെങ്കിലും തരത്തിൽ ആ ആവേശം ചോരില്ല. അതിന് നേർസാക്ഷ്യമാണ് ഞാൻ അവിടെ ആര്യാടൻ ഷൗക്കത്തിനൊപ്പം ഈ നമ്മൾ 3 സ്ഥാനാർത്ഥികൾക്കൊപ്പം, നമ്മൾ സ്ഥാനാർത്ഥികൾക്കൊപ്പം LDF UDF സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിച്ചവരാണ്. അങ്ങനെ പരിപാടി പോയ ദിവസങ്ങളിൽ 7 മണിക്ക് പ്രേക്ഷകർ കണ്ടതുമായിരിക്കണം. എന്തായാലും ഒരു ദിവസം ആര്യാടൻ ഷൗക്കത്തിനൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ഒരു സമയത്ത് പെരുമഴ, ആ പെരുമഴയിൽ നിന്ന് ഒരു തരിമ്പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ മഴ നനഞ്ഞുകൊണ്ട് അതേസമയം ആവേശത്തിന് കുറവില്ലാത്ത പ്രവർത്തകരെ ഞാൻ അവിടെ കണ്ടതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ മഹാമാരി പേമാരി പെയ്താലും ഏതെങ്കിലും തരത്തിൽ ഈ ആവേശത്തെ കെടുത്താൻ പോകുന്ന മഴ തൽക്കാലം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും അത്രത്തോളം വലിയ മഴയില്ലെങ്കിൽ കൂടിയും ചെറിയ പെയ്ത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏതർത്ഥത്തിൽ ഏതളവിൽ ആ മഴ ഉണ്ടാകുമെന്ന് അറിയില്ല. നിലമ്പൂർ പെയ്യുന്ന പെയ്ത്ത് എന്ന് പറഞ്ഞാൽ വലിയ പെയ്ത്താണ്. ആ പെയ്ത്ത് ഇപ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല. ഒരു ആവേശ പെരുമഴയാകും എന്തായാലും അവിടെ ഉണ്ടാവുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 4:55 ആകുന്നു സമയം. ഇനി 5 മണിയാകാൻ 5 മിനിറ്റ് മാത്രം ബാക്കി. പിന്നെ ഒറ്റ മണിക്കൂർ, ഒരേ ഒരു മണിക്കൂർ 5 മിനിറ്റ് മാത്രമാണ്
നിലമ്പൂരിന്റെ പരസ്യപ്രചാരണം പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. വഴിക്കടവിൽ തുടങ്ങി 27 കിലോമീറ്റർ പൂർത്തിയാക്കി നിലമ്പൂരേക്ക് എത്തിയിരിക്കുന്നു. ഇരുമുന്നണികളുടെയും റോഡ് ഷോ, BJP-യുടെയും റോഡ് ഷോ അങ്ങനെ എത്തി. ഇനിയിപ്പോൾ 1 മണിക്കൂർ അവിടെ നിന്നൊരു കുട്ടിക്കയറലാണ്. കയറി അതിന്റെ പരമാവധിയിലേക്ക് എത്തി. 6 മണിയാകുമ്പോഴേക്കും ഒരൊറ്റ നിൽക്ക്, ഒറ്റ നിശബ്ദത, പിന്നെ അങ്ങോട്ട് നിശബ്ദതയുടെ ഒരു ദിവസം. മറ്റന്നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി ശക്തി പ്രകടനമാക്കാൻ തന്നെ ശ്രമിക്കുന്നു. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ എല്ലാ ബൈ ഇലക്ഷനിലും സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ നിലനിർത്തുകയായിരുന്നു പതിവ്. ഇക്കുറി അതിന് മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് നിലമ്പൂരിന്റെ ആകാംക്ഷ. രണ്ടാം പിണറായി സർക്കാരിന് കേവല മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കേവല മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കേവല മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ ആ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്ന മുന്നണികളുടെ ആ പതിവിന് മാറ്റമുണ്ടാകുമോ നിലമ്പൂരിൽ എന്നുള്ളതാണ് ഇക്കുള്ള ആകാംക്ഷ. അതിന് മാറ്റമുണ്ടാക്കുമെന്ന് ആണയിടുന്നു UDF. മാറ്റമുണ്ടാവില്ലെന്ന് പറയുന്നു എം സ്വരാജിലൂടെ LDF. അവരുടെ വോട്ടുകൾ അവിടെ BJP ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ വേണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലായിരുന്നു. BJPക്ക് അവിടെയുള്ള ശക്തിക്കുറവിനെ പറ്റി അവരുടെ BJP സംസ്ഥാന അധ്യക്ഷനെ തുറന്നു പറയുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം സ്ഥാനാർത്ഥി വന്ന് അദ്ദേഹത്തിന് കഴിയും മട്ടിലൊക്കെ പ്രചരണം നടത്തി. അവർ വിജയിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി പരമാവധി പോയ കാലത്തെ വോട്ടെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ BJP ആഞ്ഞു പരിശ്രമിക്കുന്നു. അങ്ങനെ അവിടെ നേർക്കുന്നവർ പോരെ ഉറപ്പായും LDF-ഉം UDF-ഉം എന്നാണ്. അതിനിടയിലാണ് ഇപ്പോൾ ചായ കുടിച്ചു നടക്കുന്ന ഒരാൾ. ഈ തെരഞ്ഞെടുപ്പിന് ആരാണോ കാരണഭൂതൻ, ആ കാരണഭൂതൻ ഇപ്പോൾ ചായ കുടിച്ച് വളരെ കൂളായി വോട്ട് വെച്ച് നടക്കുന്നു. PV അൻവർ ഫാക്ടർ, അൻവർ പ്രത്യാഘാതം, അൻവർ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആർക്കും പിടിയില്ല. ഈ പറയുന്ന രീതിയിൽ അൻവർ ജയപരാജയ ഫാക്ടർ അല്ല. എം സ്വരാജ് ഒരു കുഞ്ഞിനെയൊക്കെ എടുത്തുകൊണ്ടൊക്കെയുള്ള ആ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെ മഴ, ഏതെങ്കിലും തരത്തിൽ ആ മഴ ഇതിൻ്റെ ഈ പറയുന്ന ആവേശത്തെ ചോർത്തിയിട്ടുണ്ടോ എന്ന കാര്യമല്ല. അവിടെ എന്തോ അവിടെ കൃത്യമായി ഓരോരോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായി നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചകളിൽ കൃത്യം ഇന്ന പാർട്ടിക്ക് ഇന്ന സ്ഥലമെന്ന് കൃത്യമായി വേർതിരിച്ച് ബാരിക്കേഡ് കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിനങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ആളുകൾ പോവില്ല എന്നാണ് ധാരണ. ആ ധാരണ തെറ്റിയാൽ കയ്യാങ്കളിയാകും. കയ്യാങ്കളി ആവാതിരിക്കട്ടെ, കയ്യാങ്കളി ആവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ വലിയ ജനാരവും ആയിരക്കണക്കിന് മനുഷ്യർ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. LDF-ന്റെയും UDF-ന്റെയും ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്, തികഞ്ഞ ആവേശത്തിലാണ്. മഴ പെയ്തു എന്ന് തന്നെയാണ്. അത്യാവശ്യം ചെറിയൊരു മഴ അവിടെ പെയ്തു. നിലമ്പൂർ സാധാരണ കാണുന്ന പോലുള്ള വലിയ മഴ ആയിരുന്നില്ല. നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപക്ഷെ ഇത്രത്തോളം ആവേശമുള്ളൊരു ബൈ ഇലക്ഷൻ ഇതാദ്യമായിട്ടാവണം.